ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ക്ലിനിക്കിൽ ഒരു ഫീമെയിൽ പേഷ്യൻ്റ് വന്നിരുന്നു. പേഷ്യൻ്റ് വരാനുള്ള കാരണം അവർ ട്രൈഗ്ലിസറൈഡ് എപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് 300 എബോ ആണ്. പിന്നെ റെഗുലറായിട്ട് മെഡിസിൻ എടുക്കുന്ന സമയത്ത് അത് സ്റ്റോപ്പ് ആവും, പക്ഷേ വീണ്ടും അത് കൂടുകയാണ്. അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു, ഡോക്ടർ ഇതാണ് എൻ്റെ പ്രശ്നം എന്നാണ്. അപ്പോൾ അവർ കംപ്ലീറ്റ് ഹിസ്റ്ററി എടുത്ത സമയത്ത് ഫുഡ് ഇപ്പം നമുക്കൊക്കെ അറിയാം, നമ്മളെല്ലാവരും ഓവറായിട്ട് ഫുഡ് കഴിക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ജങ്ക് ഫുഡ് കഴിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പം ഈ ഒരു ഹിസ്റ്ററി ഒന്നും ഈ 60 വയസ്സായ സ്ത്രീയിൽ എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ ആ ഹിസ്റ്ററി എടുത്ത സമയത്ത് അവർ പറഞ്ഞു, ഡോക്ടർ ഞാൻ വളരെ കുറച്ച് മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു അരിഭക്ഷണമോ? കാരണം പൊതുവെ ആൾക്കാർ എന്ത് ചെയ്യും, കൊളസ്ട്രോളാന്ന് വിചാരിച്ചിട്ട് എണ്ണയിൽ പൊരിച്ചതൊക്കെ ഒഴിവാക്കിയിട്ട് നന്നായിട്ട് അരിഭക്ഷണം കഴിക്കും. ഡോക്ടർ എൻ്റെ ഭക്ഷണം വളരെ കുറവാണ്, ഞാൻ മാക്സിമം ഒരു ദോശ, നാട്ടിലുണ്ടാകുന്ന വീട്ടിലുണ്ടാക്കുന്ന ഒരൊറ്റ ദോശയെ ഞാൻ കഴിക്കാറുള്ളൂ. അതുപോലെ തന്നെ കറികളൊക്കെ വളരെ ലിമിറ്റാണ്, കാരണം ആൾ വളരെ മെലിഞ്ഞ ഒരാളാണ്. ബാക്കിയുള്ള ആക്ടിവിറ്റീസ് നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ആളെ കണ്ടറിയാൻ പറ്റും, നല്ല തടിയോ അല്ലെ ഫുഡൊക്കെ കഴിക്കുന്ന ഒരാളാണെങ്കിൽ അത്ര ആക്റ്റീവ് അല്ല. ഡോക്ടർ എപ്പോഴും ക്ഷീണമാണെന്ന് അറിയും, കൊളസ്ട്രോളിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ഹിസ്റ്ററി എടുത്ത സമയത്താണ് മൂപ്പർ യഥാർത്ഥ കാരണം മനസ്സിലായത്. കാരണം പുള്ളിയുടെ ഉറക്കം ഒരുപാട് കാലമായിക്കൊണ്ട് ഉറക്കം കൃത്യമല്ലായിരുന്നു. ഇപ്പോൾ ഡോക്ടർ, ഞാൻ പല ഡോക്ടേഴ്സിനോട് പറയാറുണ്ട് എനിക്ക് ഉറക്കമില്ല, അപ്പോൾ തൽക്കാലം മെഡിസിൻ കഴിക്കും അല്ലെങ്കിൽ ഒഴിവാക്കും, പക്ഷെ ഞാൻ രാത്രി 12, 1 മണിക്ക് 9 മണിക്ക് കിടന്ന് ഉറങ്ങും, പക്ഷേ ഈ 1 മണിക്ക് എഴുന്നേൽക്കും, പിന്നെ 5-6 മണി വരെ ഉറങ്ങാതെ ഇരിക്കണം. അപ്പോൾ ആണ് കൊളസ്ട്രോൾ രാത്രി ഉറങ്ങാതിരിക്കുമ്പോൾ എങ്ങനെയാണ് കൂടുന്നത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തത്. നമുക്കൊക്കെ അറിയാം എന്ത് കൊളസ്ട്രോൾ വർദ്ധിക്കും, ഓയിൽ സാധനങ്ങൾ. ഈ അടുത്ത കാലത്ത് വരെ നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. എന്താണ്, അരിഭക്ഷണങ്ങൾ കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടില്ല, ഈ ഓയിൽ ഫുഡ് കഴിച്ചാൽ മാത്രമേ, ഫ്രൈഡ് ഐറ്റംസ് കഴിച്ചാൽ മാത്രമേ കൊളസ്ട്രോൾ കൂടുന്നുള്ളൂ. നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് കൂടുതലായിട്ടുള്ള അരിഭക്ഷണം. നമ്മുടെ നാട്ടിലെ കൊളസ്ട്രോളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഉപയോഗിക്കുന്ന പോളിഷ്ഡ് അരി, അതായത് വൈറ്റ് റൈസിൻ്റെ, ഇപ്പോൾ പത്തിരി ആയാലും ചോറായി കഴിഞ്ഞാലും രാത്രി പുട്ടായി കഴിഞ്ഞാലും ഏത് ഐറ്റംസ് അരിഭക്ഷണം എക്സസ് ആയിട്ട് കഴിക്കുമ്പോൾ എന്താവും, അത് ഗ്ലൂക്കോസായിട്ട് ഫോം ചെയ്യും, പിന്നീട് അത് ബോഡി കൺവേർട്ട് ചെയ്യുക കൊളസ്ട്രോൾ ആയിട്ടാണ്. ഇതേ രൂപത്തിലാണ് സ്വീറ്റ്സ് വരുമ്പോഴും, കേക്ക് ആയി കഴിഞ്ഞാലും ബേക്കറി ഐറ്റംസ് ആയി കഴിഞ്ഞാലും. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാരണങ്ങളാണ്, പക്ഷെ അറിയാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഉറക്കക്കുറവ്. ഈ ഉറക്കക്കുറവ് എങ്ങനെയാണ് നമ്മുടെ കൊളസ്ട്രോളിന് കാരണമാവുന്നത്? അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ കൂടുതലായിട്ട് പേഷ്യൻസ് പരിശോധിച്ച സമയത്താണ് അത് വളരെ ജെന്യൂൻ ആയിട്ട്, ഏറ്റവും NRIസിനൊക്കെ ഇപ്പം പുറത്തുള്ള പേഷ്യൻസൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവരുടെ ഈ ഡ്യൂട്ടി ടൈമും കാര്യങ്ങളും സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ അവരുടെ ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ടോട്ടൽ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, അത് കൃത്യമായിട്ടുള്ള കാരണങ്ങൾ മനസ്സിലാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഉറക്കക്കുറവ് കൊണ്ട് കൊളസ്ട്രോൾ വർദ്ധിക്കാനുള്ള കാരണം നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഞാൻ ഡോക്ടർ സയ്യിദ് മൂസിൻ. നേരത്തെ പറഞ്ഞതുപോലെ ഉറക്കക്കുറവ് ഉണ്ടാവുന്ന സമയത്ത്, അപ്പോൾ നോർമലി നമുക്ക് അത് ഉറക്കക്കുറവുള്ള ഒരു സമയത്ത്, അല്ല രാത്രി ഉറങ്ങാതിരിക്കുന്ന ഒരവസ്ഥ, നമുക്ക് നമ്മുടെ ബോഡി എങ്ങനെയാണ് ഫേസ് ചെയ്യുക എന്നുള്ള ആദ്യം നോക്കുക. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം ഇലക്ഷൻ സമയത്ത് നമുക്കറിയാം എന്താണ്, ഇലക്ഷൻ സമയത്ത് നമ്മളൊരു ഗവൺമെൻറ് ഓഫീസ് പോയി കഴിഞ്ഞാൽ അവിടെ വണ്ടി ഉണ്ടാവില്ല. കാരണം എന്താണ്, നമ്മളെല്ലാം കാണാൻ പറ്റും, വണ്ടികളൊക്കെ ഇലക്ഷൻ അർജൻറ്റ് എന്ന് പറഞ്ഞിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ പോലീസ് ബസ്സുകളിലായിട്ട് പോലീസിന് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും. സ്റ്റേഷനിൽ നമ്മളൊരു കാര്യത്തിന് പോയി കഴിഞ്ഞാൽ അവിടെ പോലീസുകാർ ഉണ്ടാവില്ല. അവർ തന്നെ പറയും വളരെ എമർജൻസി ആണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ സ്റ്റേഷനിലേക്ക് പോയാൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞിട്ടൊക്കെ ചെക്ക് ചെയ്യാമെന്ന് പറയും. അപ്പോൾ ഇതേ ഒരു അവസ്ഥ, അപ്പം എന്ത് ചെയ്യുക, നാട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നടന്നാൽ പോലും ഇപ്പം ഹെൽമെറ്റ് ഇടാത്ത ആൾക്കാരെ പോലും ആരും പിടിക്കില്ല. കാരണം എന്താ, അവരൊക്കെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്യൂട്ടിയിലാണുള്ളത്. അപ്പോൾ ഇത് തുടർച്ചയായിക്കൊണ്ട് നമ്മളിപ്പോൾ ബാരിക്കേഡ് വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മുടെ വണ്ടികളൊക്കെ ചെക്ക് ചെയ്യും, പോലീസ് ചെക്ക് ചെയ്യും. അപ്പോൾ അത് ഇലക്ഷൻ പ്രൊസീജിയറിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അത് ഇലക്ഷൻ കഴിഞ്ഞുകൊണ്ടും ഡെയിലി ചെക്ക് ചെയ്യണം. നിങ്ങളൊന്ന് അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഗവൺമെൻറ് സംവിധാനം എന്ത് ചെയ്യും, പാടെ തകിടം മറിയും. കാരണം എന്താണ്, ഓഫീസിൽ പോയി അവിടെ ഓഫീസേഴ്സിൽ ആരും ഉണ്ടാവില്ല. നാട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എല്ലാ ഭാഗങ്ങളിലും കൂടിക്കൊണ്ട് ക്രമസമാധാനം നില തകരം. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യാണ്, ബോഡി ഒരു എമർജൻസി മൂഡിലേക്ക് മാറും. നമ്മൾ രാത്രി ഉറങ്ങിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, ബോഡി എമർജൻസി മൂഡിലേക്ക് മാറും. അപ്പോൾ ബോഡി ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് എനർജി യൂട്ടിലൈസ് ചെയ്യും. ഉദാഹരണത്തിന് പ്രോട്ടീൻ എന്ത് ചെയ്യും, പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആക്കിയിട്ട് മാറ്റും. നോർമലി ഉള്ള ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് എന്ത് ചെയ്യും, നോർമലി സാധാരണ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് കൺവേർട്ട് ചെയ്ത് സെല്ലിൽ സൂക്ഷിക്കണം. അപ്പോൾ അത് ഇൻസുലിനോട് പറയും, ഇപ്പം നീ എന്ത് ചെയ്യേണ്ട, അത് കൺവേർട്ട് ചെയ്യേണ്ട, ഇപ്പോൾ വളരെ അത്യാവശ്യമാണ് ബോഡി എന്ന് പറയും. അപ്പോൾ തുടർച്ചയായിട്ട് ഇത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും. അപ്പോൾ ഈ രൂപത്തിൽ എന്ത് ചെയ്യും, ബോഡിയിൽ ഏത് സമയത്തും ഹൈ ലെവലിൽ ഷുഗർ ഉണ്ടാവും. രാത്രി ഉറക്കം സ്കിപ്പ് ചെയ്യുന്ന ആൾ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ആവശ്യകത വരാത്ത സമയത്ത് എന്ത് ചെയ്യും, നോർമലി ഇത് നേരെ കൺവേർട്ട് ചെയ്യും. കൺവേർട്ട് ചെയ്യുക എങ്ങനെയാണ്, അത് കൊളസ്ട്രോളിലേക്കായിട്ടാണ് മാറുക, ട്രൈഗ്ലിസറൈഡിലേക്കാണ് ഫോം ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ കൊളസ്ട്രോളിൻ്റെ യഥാർത്ഥ കാരണം. ഞാൻ ഈ പറയാൻ കാരണം മറ്റു പല കാരണങ്ങൾ ഉണ്ടാവുമെങ്കിലും
ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ഈ ഉറക്കക്കുറവ്. കാരണം ഞാനിത് വെച്ച് ജസ്റ്റ് ഒന്ന് കമ്പയർ സ്റ്റഡി നടത്തിയ സമയത്ത് ഈ ഒരു ഫീമെയിൽ പേഷ്യനെ നോക്കിയ സമയത്ത്, കാരണം എന്ന് പറഞ്ഞാൽ 60 വയസ്സുള്ള ധാരാളമായിട്ട് ഫുഡ് കഴിക്കാത്ത, നമ്മളൊക്കെ ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടെങ്കിലും നമ്മൾ ആദ്യം അതിലേക്കാണല്ലോ പോവുക. പക്ഷേ ഈ 60 വയസ്സായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള എല്ലാവിധ പ്രശ്നങ്ങളും പൂർണ്ണലി ഓക്കെയാണ്. കാരണം ഓവറായിട്ട് ഫുഡ് കഴിക്കുന്നില്ല, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ കൊളസ്ട്രോൾ ഉണ്ടാകുന്നതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും ഇവർ അനുഭവിക്കുകയും ചെയ്യാണ്. എന്താണ് അതിൻ്റെ സൈനസ് സിംറ്റംസ് നമുക്ക് വിശദമായിട്ട് നോക്കാം. എന്തൊക്കെയാണ് സിംറ്റംസ് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. അപ്പം നമ്മൾ അറിയാതെ ഈ ഉറക്കക്കുറവാണ് നമ്മൾ കൊളസ്ട്രോളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ. നിങ്ങൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത സമയത്ത് നമ്മൾ നോർമലി ലിപ്പിഡ് പ്രൊഫൈലാണ് ചെക്ക് ചെയ്യുക. ഈ ബാഡ് കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ അളവ് നിങ്ങൾ മെഡിസിൻ കഴിച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ആവണില്ലെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ ഉറക്കം തന്നെയാണ്. ഇനി കൊളസ്ട്രോളിനെ എങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ട് പരിഹരിക്കാം, അല്ലെ ബോഡിയിൽ ഈ പറഞ്ഞ ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് എങ്ങനെ കുറക്കാം, നാച്ചുറലായിട്ട് കുറക്കാൻ നമുക്ക് പരിശോധിക്കാം. ആദ്യമായിട്ട് നമ്മുടെ ബോഡിയിൽ കൊളസ്ട്രോൾ കൂടുന്ന സമയത്ത് ശരീരം കാണിച്ചു തരുന്ന കുറച്ച് സൈൻ ആൻഡ് സിംറ്റംസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ്, നമ്മൾ അറിയാതെ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ബാഡ് ബ്രീത്ത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ബോഡിയിൽ ഇച്ചിങ് ഉണ്ടാവും, ശരീരത്തിൽ പല ഭാഗങ്ങളിലായിട്ടും. പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നുമില്ല, പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ ചില ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ ചൊറിയുന്ന സമയത്ത് വല്ല കുരുക്കളോ പാടുകളോ അല്ലെ പ്രത്യേക ഏരിയകളോ കാണും. ഇതൊന്നും ഉണ്ടാവില്ല. നമ്മൾ ചില സമയത്ത് ഇങ്ങനെ കൈ ഇങ്ങനെ ചൊറിയേണ്ടി വരും, പക്ഷെ അവിടെ നോക്കുമ്പോൾ വേറെ യാതൊരുവിധ ചേഞ്ചസും ഉണ്ടാവില്ല. അതേ അവസ്ഥയിൽ സിവിയർ ഇച്ചിങ്ങും ആയിരിക്കും. രണ്ടാമതുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് തെരുപ്പ്. ഇപ്പോൾ കാലുകളിലായാലും കൈകളിലായാലും നല്ല തെരുപ്പുകളായിരിക്കും. ഇപ്പം ഒരു സ്ഥലത്ത് മടങ്ങിയിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ബോഡിയിൽ ഇപ്പോൾ കൈ ഇങ്ങനെ വെച്ച് കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ അവിടെ വീണ്ടും തെരുപ്പ് വരുന്നൊരവസ്ഥ. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ് സിവിയർ ആയിട്ടുള്ള ക്ഷീണം ഉണ്ടാവും, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഏത് സമയത്തും ഒരു മൂഡ് ഓഫ് ആയിട്ട് കിടക്കുന്ന ഒരവസ്ഥ. പിന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറഞ്ഞ ഏറ്റവും 3 ലക്ഷണങ്ങൾ. നമ്മൾ നോർമലി ബാക്കിയുള്ള എല്ലാ കാര്യം എന്താണ്, കൊളസ്ട്രോൾ കൂടുന്ന സമയത്ത് ടയർഡ്നെസ് ഉണ്ടാവും, അതുപോലെ തന്നെ കിതപ്പുണ്ടാവും. നല്ല ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് കിതപ്പുകൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ കുരുക്കൾ ഉണ്ടാവും ശരീരത്തിൽ. ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും ബോഡിയിൽ നല്ല പസ്സോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ യെല്ലോ കളറായിട്ടുള്ള പഴുപ്പോട് കൂടിയിട്ടുള്ള കുരുക്കൾ ഉണ്ടാവും. നമ്മൾ പ്രസ് ചെയ്ത് പൊട്ടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അറിയാതെ പൊട്ടുകയാണെങ്കിൽ നല്ല പസ് അതിൽ കാണും. നോർമലി ഉണ്ടാവുന്ന കുരുക്കളല്ല, പക്ഷെ നല്ല സിവിയർ ആയിട്ടുള്ള പസ് ഉണ്ടാവും. ഇതൊക്കെയാണ് കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ ബോഡി കാണിക്കുന്ന വാർണിംഗ് സൈൻസ്. നമ്മൾ ആ സമയത്ത് ട്രൈഗ്ലിസറൈഡ് ചെക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എന്തായിരിക്കും, കൊളസ്ട്രോൾ അബ്നോർമൽ ആയിരിക്കും. അപ്പോൾ നമ്മളെ ബോഡി തന്നെ കാണിച്ചു തരുന്ന സൈൻ സിംറ്റംസ്, നമുക്ക് കൊളസ്ട്രോൾ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഭക്ഷണത്തിലും ബാക്കി കാര്യങ്ങളും നിർബന്ധമായിട്ടും ക്രമീകരണങ്ങൾ വരുത്തേണ്ടതാണ്. ഈ എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കൊളസ്ട്രോൾ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് സ്ഥിരമായിട്ട് ഇസ്പഗോളാണ്. ഇസ്പഗോൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇസ്പഗോളും അതുപോലെ തന്നെ ബാർലിയാണ്. ഇസ്പഗോൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് അതേ ഇസ്പഗോളിൻ്റെ മെക്കാനിസം നോക്കാം. ഇസ്പഗോളും അതുപോലെ ബാർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബാർലി സ്ഥിരമായിട്ട് നമ്മൾ രാത്രി 2 ടീസ്പൂൺ കഞ്ഞി വെച്ച് കുടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബാർലിയുടെ വെള്ളം കുടിക്കുകയാണെങ്കിൽ അത് ഡയറൂട്ടിക്കും കൂടെയാണ്. അതുപോലെ അതിൽ സോളിബിൾ ഫൈബേഴ്സ് ഉള്ളതുകൊണ്ട് ഇസ്പഗോളും ബാർലിയും അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമുക്കൊക്കെ അറിയാം എന്താണ് കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞാലും ഷുഗർ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഉപയോഗിക്കുന്ന സാധനം എന്താണ്, ഓട്സ് ആണ്. ഓട്സിൻ്റെ റോൾസ് ഓട്സ്, അതായത് പൗഡർ അല്ലാത്ത നമ്മൾ ഗോതമ്പിൻ്റെ ഷേപ്പ് പോലെയുള്ള ഓട്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ ഓട്സിലും ഇസ്പഗോളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് എന്താണ്, അതിൽ സോളിബിൾ ഫൈബേഴ്സ് ഉള്ളത്. അത് എന്തുകൊണ്ട് നമുക്ക് കൊളസ്ട്രോൾ കുറക്കും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇതിലുള്ള സോളിബിൾ ഫൈബേഴ്സ് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും കൊളസ്ട്രോൾ അബ്സോർബ് ആവില്ല. ഇൻഡസ്ട്രിയിൽ നിന്നാണ് കൊളസ്ട്രോൾ അബ്സോർബ് ആവുക. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് കൊളസ്ട്രോൾ അബ്സോർബ് ചെയ്യുന്നതിനെ തടയും. കാരണം ഇസ്പഗോൾ നമുക്കൊരു പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, വെള്ളത്തിൽ ആഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അതൊരു കൊഴുപ്പ് പോലെ ഉണ്ടാവും. ഈ സാധനം നമ്മുടെ സോളിബിൾ ഫൈബേഴ്സ് ആയിട്ടുള്ള സാധനം നമ്മൾ എന്ത് ചെയ്യും, കൊളസ്ട്രോൾ ഇൻഡസ്ട്രിയിൽ നിന്ന് ഡയറക്റ്റ് അബ്സോർബ് ചെയ്യുന്നതിന് ബ്ലോക്ക് ചെയ്യും. രണ്ടാമത് ഇത് ചെയ്യുന്ന പ്രധാനപ്പെട്ട പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊളസ്ട്രോൾ എന്നുള്ള സാധനം നമുക്ക് ബോഡിയുടെ ഒരുപാട് ആക്ടിവിറ്റീസ് വളരെ അത്യാവശ്യമുള്ള സാധനമാണ്. പക്ഷെ അത് എക്സസ് ആകുമ്പോൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് കഴിഞ്ഞാൽ അത് ബൈൽ ആസിഡിനെ അബ്സോർബ് ചെയ്യും. ഈ ഓട്സും അതുപോലെ തന്നെ ഇസ്പഗോളും ബൈൽ ആസിഡ്സിനെ അബ്സോർബ് ചെയ്യും. ഈ ബൈൽ ആസിഡ്സിനെ അബ്സോർബ് ചെയ്ത് എന്ത് ചെയ്യും, അതിങ്ങനെ മലത്തിൽ കൂടെ പുറത്തു പോവുകയും ചെയ്യും. പക്ഷെ ബോഡിയിൽ ബൈൽ നിർബന്ധമായിട്ട് വേണം. നോർമലി അത് റീസൈക്ലിംഗ് ആയിട്ട് വരേണ്ടതാണ്. പക്ഷെ അത് ഈ സോളിബിൾ ഫൈബേഴ്സ് അത് അബ്സോർബ് ചെയ്യുന്നതോടുകൂടി എന്തായി, അവിടെ ബൈൽ സാൾട്ടിൻ്റെ
ലാക്ക് വന്നു, അവിടെ കുറവ് വന്നു, ലഭ്യത ഇല്ലാതെ. അപ്പോൾ എന്ത് ചെയ്യും? ബോഡി വീണ്ടും ബൈൽ സാൾട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. ഈ ബൈൽ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യണം നിർബന്ധമായിട്ട് എന്ത് വേണം? കൊളസ്ട്രോൾ വേണം. ബോഡി എന്ത് ചെയ്യും? ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോളും സ്വീകരിച്ചുകൊണ്ട് ലിവർ ബൈൽ സെക്രീഷൻ തുടങ്ങും. ഈ 2 രൂപത്തിലാണ് ഈ ഇസ്ബഗോളും അതുപോലെ തന്നെ റോൾ സോൾട്ട്സും നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറയാൻ സഹായിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ കൊളസ്ട്രോൾ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ രാത്രിയത്തെ ഫുഡ് ചേഞ്ച് ചെയ്തുകൊണ്ട്, പിന്നെ അല്ലെങ്കിൽ ഓട്സ് ആക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. ഓട്സിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാല് കഴിക്കാതെ തന്നെ നേരിട്ട് പല രൂപത്തിൽ കഞ്ഞിയായിട്ടും അല്ലെങ്കിൽ ഉപ്മാവായിട്ടും റോസ്റ്റായിട്ടും പല രൂപത്തിൽ കഴിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ എന്താ പറയുക, ഇസ്ബഗോളിൻ്റെ പൊടി 1/2 ടീസ്പൂൺ മോർണിംഗും 1/2 ടീസ്പൂൺ നൈറ്റും നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം പൂർണ്ണമായിട്ട് മനസ്സിലാവും. ഇനി നമുക്ക് എപ്പോഴാണ് ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യാൻ നോക്കുക? ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യേണ്ട ഏറ്റവും ബെസ്റ്റ് ടൈം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗിൽ ഫാസ്റ്റിങ്ങിലാണ്. നമ്മൾ സാധാരണ ചില ആൾക്കാർ കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നോർമൽ ആയിരിക്കും, ഡോക്ടറെ കൊളസ്ട്രോൾ ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ. പക്ഷെ അവർ പറയുന്ന സൈൻ ആൻഡ് സിംറ്റംസ് നോക്കുമ്പോൾ കൺസൾട്ടിങ്ങിൻ്റെ സമയത്ത് അവർക്ക് ബാക്കിയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാവും. പക്ഷേ അവർ ഈ ഡോക്ടർ പാക്കേജ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റു പല ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കൊളസ്ട്രോൾ നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ അത് നോർമലാണ്. അപ്പോൾ ഞാൻ പറയും നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ലിപ്പിഡ് പ്രൊഫൈലും കൂടെ നോക്കണം. അപ്പോൾ എന്താ ഡോക്ടർ നിങ്ങൾ പറയും, ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം. പക്ഷേ ചില പേഷ്യൻസ് നമ്മൾ പറയുന്ന സമയത്ത് പറയും ഡോക്ടർ ഇത് നോർമലല്ല, പിന്നെ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. കാരണം എന്താണ്, മറ്റേ കൊളസ്ട്രോളിനേക്കാളും എമൗണ്ട് കൂടുതലാണ്. ചിലയിടത്ത് 350, 450, 500 വരെ ഉണ്ടാവും റേറ്റ്. അപ്പം അവർ സംശയിക്കും, ഡോക്ടർ എന്താ വിഷയം? ഞാൻ പറയും ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ആ റിസൾട്ടായിട്ട് വരുന്ന സമയത്താണ് കൊളസ്ട്രോൾ നോർമലായിരിക്കും, ടോട്ടൽ കൊളസ്ട്രോൾ നോർമലായിരിക്കും. പക്ഷേ ലിപ്പിഡ് പ്രൊഫൈലും ട്രൈഗ്ലിസറൈഡും HDL അതൊക്കെ എന്തായിരിക്കും? ടോട്ടലി അബ്നോർമൽ ആയിരിക്കും. ആ സമയത്ത് ചില പേഷ്യൻ്റെ ട്രൈഗ്ലിസറൈഡ് 300 വരെ എത്തിയിട്ടുണ്ട്. ആ സമയത്ത് എന്താണ്? കൊളസ്ട്രോൾ നോർമലാണ്. അപ്പം നിങ്ങൾ കൊളസ്ട്രോൾ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു 6 months ഒക്കെ കൂടുന്ന സമയത്ത് ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് നമ്മൾ ഈ പറഞ്ഞ ഫാസ്റ്റിങ്ങിലാണ്. ഇനി കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയുന്നത് തന്നെയാണ് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ. ബോഡിയിൽ സർക്കുലേഷൻ കുറവായിരിക്കും, തെരുപ്പ് കാര്യങ്ങളുണ്ടായിരിക്കും, ഫുൾ ടൈം ഒരു എനർജി ഉണ്ടാവില്ല, ഏത് സമയത്തും ഒരു വീക്ക്നെസ് ആയിരിക്കും, ഒരു കാര്യം ചെയ്യാനും ഉന്മേഷമില്ലാത്ത അവസ്ഥയായിരിക്കും. ഇതേ കാര്യത്തിന് ഇന്റേണൽ ആയിട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മളെ ബ്ലഡ് വെസൽസ് നമുക്കൊക്കെ അറിയാം എന്താണ്, ഹാർട്ട് അറ്റാക്കും കാര്യങ്ങളൊക്കെ വരും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഈ ബ്ലഡ് വെസൽസിൽ ശരീരത്തിലെ രക്തക്കോലുകൾ ഇത് അടിഞ്ഞുകൂടും. LDL അടിഞ്ഞു കൂടിയിട്ട് എന്താ സംഭവിക്കുക? അവിടെ പ്ലാക്ക്, അതായത് രക്തധമനികളിൽ ബ്ലോക്ക് ഉണ്ടാകുന്ന മെറ്റീരിയലായിട്ട് മാറും. ഇതാണ് പതിയെ ഈ ഹാർട്ട് അറ്റാക്കും കാര്യങ്ങളൊക്കെ ഒരു ദിവസം കൊണ്ട് സംഭവിക്കണമല്ല, വർഷങ്ങൾ എടുത്തുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോളും അബ്നോർമലുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പതിയെ നിങ്ങൾ ആ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ എക്സസൈസും ഫിസിക്കൽ ആക്ടിവിറ്റീസും ആ ലിവറിൻ്റെ ബുദ്ധിമുട്ടുകളും, നേരത്തെ പറഞ്ഞ പോലെ ഒരു മെറ്റബോളിക് ഡിസോർഡർ ടൈപ്പാണ് ഈ കൊളസ്ട്രോൾ ഉള്ളത്. അപ്പോൾ ആ ലിവറിൻ്റെ ആരോഗ്യം കൂടി നമ്മൾ ബൂസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കി ലിവറിൻ്റെ ആരോഗ്യം ബൂസ്റ്റ് ചെയ്യുകയും അതിന് വേണ്ട മെഡിസിൻസ് കഴിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൊളസ്ട്രോളിൻ്റെ പ്രശ്നം നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? മെഡിസിനേക്കാൾ ഉപരി നേരത്തെ പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ മെഡിസിനേക്കാൾ ഉപരി ഉറക്കം, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. കാരണം ഉറക്കക്കുറവുള്ളതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനം. നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, വ്യത്യസ്തമായിട്ടുള്ള പേഷ്യൻസിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് പുതിയ കാര്യങ്ങൾ കിട്ടുക. ആ കാര്യങ്ങൾ വെച്ച് റിസർച്ച് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്താണ് കൃത്യമായിട്ടുള്ള എവിഡൻസുകൾ പറയും എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ തന്നെ എന്തുകൊണ്ട് കൊളസ്ട്രോൾ കൂടെ നോക്കുമ്പോൾ എന്താണ്? നേരിട്ട് കോർട്ടിസോളിൻ്റെ അളവ് വർദ്ധിക്കുകയാണ്, സ്ട്രെസ് ഹോർമോൺ കൂടുകയാണ്. അപ്പോൾ അതെന്ത് ചെയ്യും? ആ സമയത്ത് എന്ത് ചെയ്യും? ബോഡിയുടെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മൂഡിലേക്ക് മാറും. അതൊക്കെയാണ് നേരത്തെ പറഞ്ഞ ഒരു ഇലക്ഷൻ പോലെ. നമുക്ക് ഇലക്ഷൻ എന്ന് പറയാൻ കാരണം ആ ഒരു സമയത്ത് നമുക്ക് ഫേസ് ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കും. പക്ഷെ അത് ഷോർട്ട് ടൈം ആയിരിക്കും, ഒരു 5 to 6 days ആയിരിക്കും. അതോടുകൂടി എന്ത് ചെയ്യും? ബാക്കിയൊക്കെ നോർമൽ മെക്കാനിസത്തിൽ ചെയ്യും. ഇലക്ഷന് തൊട്ട് മുമ്പ് നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ ഒരു ബസ് പോലും ഉണ്ടാവില്ല. കാരണം എന്താണ്? അവിടെയൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷേ അത് ഇലക്ഷൻ കഴിഞ്ഞാൽ അത് നോർമലാവും. പക്ഷേ ഈ കൊളസ്ട്രോളിൻ്റെ അവസ്ഥ, ഈ കോർട്ടിസോൾ കൂടുന്ന സമയത്ത് എന്താണ്? അവിടെ നോർമൽ ആവണില്ല. നമ്മൾ ഡെയിലി ഉറക്കമില്ലാത്ത പ്രശ്നം വരികയാണെങ്കിൽ എന്താണ്? ആ ടോട്ടലി ബോഡിയുടെ ഇന്റേണൽ സിസ്റ്റം കംപ്ലീറ്റ് തകരാറിലേക്ക് പോവാണ്. അത് പതിയെ ഡയബറ്റിക്കിലേക്ക് മാറും, ഈ പറഞ്ഞ പതിയെ ഹാർട്ട് അറ്റാക്കിലേക്ക് മാറും. അപ്പോൾ കൊളസ്ട്രോൾ ഉള്ള വ്യക്തി ഇത് നിർബന്ധമായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കണം. അതുപോലെ ഭക്ഷണത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? ഫുഡ് പ്ലേറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളത്. ഭക്ഷണത്തിൽ നമ്മുടെ പരമാവധി നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു 40 to 50% അല്ലെങ്കിൽ പകുതിയുടെ അടുത്ത് 2-3 കപ്പ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും?
നല്ല അതുപോലെ പ്രോട്ടീനും കൂടി ഉൾപ്പെടുത്താൻ നല്ല ഭംഗിയായിക്കൊണ്ട് എല്ലാവർക്കും അത് എക്സ്പെൻസീവ് അല്ലേ, ഒരിക്കലല്ല. നമ്മുടെ നാട്ടിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സുകളും കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉദാഹരണത്തിന് നമ്മുടെ ഇപ്പം ഒരു കപ്പ് ചോറ് എടുക്കുകയും അതോടൊപ്പം നൈറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചോറിന് പകരം ബാർലി കാര്യങ്ങൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നേരത്തെ ആ സാധനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഓട്സ് അതിനോട് ഒരു കഷ്ണം ചിക്കൻ ആവണമെന്നില്ല, ഫ്രൈ ചെയ്ത ധാന്യങ്ങളാവാം, കടല, ചെറുപയർ, പരിപ്പുകൾ അതാവാം, വേവിച്ച സാധനങ്ങൾ ഉപയോഗിക്കാം, മുട്ട ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു കഷ്ണം ചിക്കൻ പീസ്. അതുപോലെ സാമ്പത്തികമായിട്ടും ഭദ്രതയുള്ള ആൾക്കാർക്കാണെങ്കിൽ ഫിഷും ചിക്കനും ഒക്കെ അവിടെ എന്ത് ചെയ്യാം, പ്രോട്ടീന് പകരം ഉപയോഗിക്കാം. പിന്നെ വെജിറ്റബിൾസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, കൃത്യമായ ഫുഡ് പ്ലേറ്റ് ഫോളോ ചെയ്യും. ഈ പറയുന്ന രൂപത്തിലെ ഫുഡ് പ്ലേറ്റ് നമ്മൾ ഉപയോഗിക്കണം. പണ്ടൊക്കെ നമ്മൾ പലയിടത്ത് കാണാറുണ്ട്. ഇപ്പോൾ ഹോട്ടലിൽ പോയി കഴിഞ്ഞാലും പിന്നെ വലിയ ഒരു ചെറിയൊരു ഇലയാണെങ്കിൽ വലിയൊരു കുമ്പാരം പോലെ ചോറിട്ട് വെച്ചിട്ടുണ്ടാവും. ആ പുള്ളി ചിലപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ ഡ്രൈവർ ആയിരിക്കും, വലിയ ഹൈറ്റിലായിരിക്കും ചോറിട്ടിട്ടുണ്ടാവും. നമ്മൾ ഹോട്ടലിൽ പോകുമ്പോൾ കാണാറുണ്ട് പണ്ടൊക്കെ. പക്ഷെ ഇപ്പം അത് മാറിയിട്ടുണ്ട് ഒരുപാട്. ഇപ്പം ആൾക്കാരൊക്കെ വളരെ ഒരു മിതമായ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഹെൽത്ത് അവയർനെസ് തന്നെയാണ്. കൃത്യമായ രൂപത്തിലുള്ള ഹെൽത്ത് അവയർനെസ് കിട്ടുന്നതുകൊണ്ടാണ് ആൾക്കാർ മാറുന്നത്. പക്ഷെ നമ്മൾ ചില സമയത്ത് പേടിച്ചുകൊണ്ട് എല്ലാ ഭക്ഷണവും ഉപേക്ഷിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മൾ ഈ പറഞ്ഞ രൂപത്തിൽ ഫുഡ് പ്ലേറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് എല്ലാ ഭക്ഷണങ്ങളും ആസ്വദിച്ച് കഴിക്കാനും പറ്റും, എല്ലാ അസുഖങ്ങളും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും. അപ്പം ഇതുപോലുള്ള അതിപ്പം നേരത്തെ പറഞ്ഞ പോലത്തെ കേസുകളിൽ ഇപ്പം എല്ലാ മെഡിസിൻസ് എടുത്തിട്ട് പോലും നമ്മുടെ കൊളസ്ട്രോള് നോർമൽ ആവാത്ത അവസ്ഥ, അല്ലെങ്കിൽ ബോഡിയുടെ കാര്യങ്ങൾ മറ്റേ തെരുപ്പുകൾ കാര്യങ്ങൾ ഉണ്ടാകുകയും കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നോർമൽ ആയിട്ടുള്ള അവസ്ഥ, അതുപോലെ ഓരോ പേഷ്യൻസിനും വ്യത്യസ്ത അനുഭവങ്ങളായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾക്കും നിങ്ങൾക്ക് സംശയങ്ങൾക്കും ബുക്കിങ്ങിനും വേണ്ടിയിട്ട് താഴെ കൊടുത്ത് നമ്മൾ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇനി മറ്റൊരു ഹെൽത്ത് വിഷയമായിട്ട് കാണാം. നന്ദി.